എന്തുകൊണ്ടാണ് ബോളിഞ്ചർ ബാൻഡ് മറ്റുള്ള ഇൻഡിക്കേറ്ററിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബോളിഞ്ചർ ബാൻഡ് ഏതെല്ലാം രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നറിഞ്ഞിരിക്കണം. സോ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബോളിഞ്ചർ ബാൻഡ് മെയിൻലി നമ്മൾ 5 രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. സോ ആ 5 രീതിയും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് കിട്ടുകയുള്ളൂ. ബോളിഞ്ചർ ബാൻഡിൻ്റെ എഫക്റ്റീവായിട്ട് യൂസ് പറയുന്നതിനേക്കാൾ മുമ്പ് എന്താണ് ബോളിഞ്ചർ ബാൻഡ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ 1980 ആണ് ജോൺ ബോളിഞ്ചർ ഈ ഒരു ബോളിഞ്ചർ ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിലുള്ള എല്ലാ സെക്യൂരിറ്റീസിൻ്റെയും വോളറ്റാലിറ്റി പ്രൈസ് മൂവ്മെൻറ്റ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ടൂള് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ബോളിഞ്ചർ ബാൻഡിന് കമ്പോണൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലൈൻസ് ആണുള്ളത്. ഒരു അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ് ആൻഡ് മിഡിലായിട്ട് ഒരു ലൈൻ. ഈ മിഡിലായിട്ടുള്ള ലൈനിന് നമ്മൾ മൂവിങ് ആവറേജ് ആണ് പറയുന്നത്. 20 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജ് ആണ് ബൈ ഡിഫോൾട്ട്ലി സെറ്റിങ്സിൽ വരുന്നത്. ഈ ഒരു അപ്പർ ബാൻഡും ലോവർ ബാൻഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ്. സോ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നറിയാൻ പാടില്ലാത്തവർക്ക് ചെറുതായി അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കയ്യിലുള്ള പർട്ടിക്കുലർ ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ആവും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്നൊരു കാൽക്കുലേഷനാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. മെയിൻലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പല സ്ഥലത്തും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ് യൂസ് ചെയ്യാറ്. ബട്ട് നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സ് നിങ്ങളുടേതായ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. 5 മെയിൻ കാര്യങ്ങൾക്കാണ് നമ്മൾ ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു പിക്ചർ നമ്മുടെ ഗ്രാഫിൻ്റെ പിക്ചർ തന്നെയാണ്. സോ ഈ ഒരു PPT ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ നമുക്കിവിടെ കാണാം, ഈ ഒരു അപ്പർ ബാൻഡിൻ്റെ അടുത്ത് പ്രൈസ് വരുമ്പോൾ അവിടുന്ന് റിജക്ഷൻ കിട്ടി പ്രൈസ് അഗെയിൻ താഴേക്ക് വരികയും, താഴത്ത് ലോവർ ബാൻഡിൻ്റെ അടുത്ത് പ്രൈസ് വരുമ്പോൾ അഗെയിൻ ഒരു റിജക്ഷൻ കിട്ടി അത് മുകളിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ എത്തുമ്പോൾ ഒക്കെ പ്രൈസ് താഴേക്ക് വരികയും ഇവിടെ എത്തുമ്പോൾ ഒക്കെ പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ബോളിഞ്ചർ ബാൻഡ് എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എവിടെയെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ഒരാളാണ്, ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്താണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്പർ ബാൻഡ് വരെ നിങ്ങളുടെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു അപ്പർ ബാൻഡിൻ്റെ അടുത്താണ് നിങ്ങളൊരു ട്രേഡ് ഷോർട്ടിംഗ് പൊസിഷനിലേക്ക് കടക്കുന്നതെങ്കിൽ ഈ ഒരു ലോവർ ബാൻഡ് വരെ നിങ്ങളുടെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ബോളിഞ്ചർ ബാൻഡിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഇത് അഗെയിൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഒരു മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സപ്പോർട്ടിലെത്തുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോവുകയും റെസിസ്റ്റൻസ് എത്തുമ്പോൾ വീണ്ടും സപ്പോർട്ട് ലെവലിലേക്ക് പോവുകയും, അപ്പോൾ നമ്മൾ പലപ്പോഴും ട്രേഡ് ലൈൻ ഉപയോഗിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചാർട്ടിൽ ഡ്രോ ആണ് ചെയ്യാറ്. സോ ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു ബാൻഡുകൾക്കിടെ വിട്ട് കാരണം, അല്ലെങ്കിൽ ആ ഒരു ബാൻഡുകൾക്കിടെ ക്യാരക്ടർ കാരണം നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ബോളിഞ്ചർ ബാൻഡ് ഉപയോഗിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ അടുത്തായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വോളറ്റാലിറ്റി മെഷർ ചെയ്യുക എന്നാണ്. സോ ബോളിഞ്ചർ ബാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വോളറ്റാലിറ്റി മെഷർ ചെയ്യുക എന്നുള്ളത്. സോ പലപ്പോഴും നമുക്കറിയാം, ഒരു ബയേഴ്സിനെ സംബന്ധിച്ച് വോളറ്റാലിറ്റി കൂടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടി പെട്ടെന്ന് നമ്മുടെ പ്രോഫിറ്റ് കൂടുകയും. സോ വോളറ്റാലിറ്റി കൂടുന്ന സമയത്ത് നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഒരു ബയറിനെ സംബന്ധിച്ച്. സോ ബോളിഞ്ചർ ബാൻഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വോളറ്റാലിറ്റി കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. വോളറ്റാലിറ്റി വരുന്ന സമയത്ത്, അത് വോളറ്റാലിറ്റി ജസ്റ്റ് ക്രിയേറ്റ് ആവാൻ പോകുന്ന സമയത്ത് ബോളിഞ്ചർ ബാൻഡിൻ്റെ അപ്പർ ബാൻഡ് ഒരു ഡയറക്ഷനിലേക്കും ലോവർ ബാൻഡ് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകും. സോ ഈ ഒരു കാര്യം നടക്കേണ്ടത് സെയിം ടൈമിലായിരിക്കണം. സെയിം ടൈമിൽ രണ്ട് ബാൻഡും ഓപ്പോസിറ്റ് ആയ ഡയറക്ഷനിൽ വൈഡായിട്ട് മൂവ് ആവുകയും വേണം. സോ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ബാൻഡ് ഇവിടെ വെച്ച് വൈഡായിട്ട് മുകളിലേക്ക് മൂവ് ആവുകയും ഈ ഒരു ബാൻഡ് വൈഡായിട്ട് താഴേക്ക് മൂവ് ആവുകയും ചെയ്തു. സോ ഇവിടെ വെച്ച് ബോളിഞ്ചർ ബാൻഡ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചൊരു വോളറ്റാലിറ്റി ഉണ്ടാവാൻ പോവുകയാണ്, ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് വോളറ്റാലിറ്റി കൊണ്ട് ബോളിഞ്ചർ ബാൻഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ബോളിഞ്ചർ ബാൻഡ് കൊണ്ട് സാധിക്കും. സോ അടുത്തായിട്ട് നമ്മൾ ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ട്രെൻഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്കറിയാം, മാർക്കറ്റിൽ 3 രീതിയിലുള്ള ട്രെൻഡ് ഉണ്ട്.
ഒരു അപ്പ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, ദെൻ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ട്, ഒരു കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളതും പറയാം. സോ ഈ ട്രെൻഡ് നമുക്ക് ബോളിഞ്ചർ ബാൻഡ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്കൊരു ബോളിഞ്ചർ ബാൻഡ് 2 ബാൻഡ് ഉണ്ട്, അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ്. ഒരു പ്രൈസ് ലോവർ ബാൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന അത്രയും സമയം അതിനൊരു ഡൗൺ ട്രെൻഡ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു പ്രൈസ് അപ്പർ ബാൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്കൊരു അപ്പ് ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കും. സോ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, പ്രൈസ് ഈ ഒരു ലോവർ ബാൻഡിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. ഈ ഒരു 20-ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് പോലും ആ ഒരു ക്ലോസ് തന്നെയില്ല, ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിനെ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കും. സോ ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഷോർട്ടിംഗ് പൊസിഷനിൽ ഉള്ള ആളാണെങ്കിൽ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എത്ര സമയം വരെ ഈ ഒരു ബാൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നു അത്രയും നേരം നിങ്ങൾക്ക് ഇതൊരു ഡൗൺ ട്രെൻഡ് എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സപ്പോസ് നിങ്ങൾ പുതിയ ഷോർട്ടിംഗ് പൊസിഷനിലേക്ക് കടക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റോപ്പ് ലൂസിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ തന്നെ അപ്പ് ട്രെൻഡിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ അതേ ഒരു കൺസെപ്റ്റാണ്. സോ പ്രൈസ് എപ്പോഴെല്ലാം അപ്പർ ബാൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്കൊരു അപ്പ് ട്രെൻഡ് എന്ന രീതിയിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരു അപ്പ് ട്രെൻഡിൽ ഹോൾഡിംഗ് പൊസിഷനിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൈസ് എത്ര സമയം അപ്പർ ബാൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നു അത്രയും നേരം നിങ്ങൾക്ക് ഇതിനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ട്രെൻഡ് ഈ ഒരു രീതിയിൽ നമുക്ക് ബോളിഞ്ചർ ബാൻഡ് വെച്ച് കണ്ടുപിടിക്കാം. സോ അടുത്തത് ആണ് കൺസോൾട്ടേഷൻ മാർക്കറ്റിനെ എങ്ങനെ നമുക്ക് ഈ ബോളിഞ്ചർ ബാൻഡ് വെച്ച് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബോളിഞ്ചർ ബാൻഡ് വളരെ നാരോ ആയിട്ടുള്ള റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ് വളരെ ക്ലോസ് ആയിട്ട് ഈ ഒരു സിനാരിയോയിൽ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ എപ്പോഴെങ്കിലും ബോളിഞ്ചർ ബാൻഡ് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ക്യൂസ് എന്നാണ് പറയുന്നത്. ബോളിഞ്ചർ ബാൻഡ് സ്ക്യൂസ് ആയിട്ടുള്ള ഏരിയ. സോ ആ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സെല്ലറിനെ സംബന്ധിച്ച് ഒരു സ്ട്രാഡിൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ട്രാങ്കിൾ ഉണ്ടാക്കാനോ ഒക്കെ അവർക്ക് ഈ ഒരു ഏരിയ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു ബയറിന് ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, ഇവിടെ നിന്നുള്ള ബ്രേക്ക്ഔട്ട്സിൽ മാത്രം ട്രേഡ് ചെയ്യുക. സോ ബ്രേക്ക്ഔട്ട്സ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ഒരു യൂസ്. സോ ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ എങ്ങനെ നമുക്ക് ബോളിഞ്ചർ ബാൻഡിൽ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ബോളിഞ്ചർ ബാൻഡിൻ്റെ അടുത്തൊരു ഉപയോഗം. സോ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതൊരു സ്ക്യൂസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രൈസ് ഈ ഒരു ചെറിയൊരു ഏരിയയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് മുമ്പ് നമ്മൾ പഠിച്ചു പറഞ്ഞു, ഒരു പ്രൈസ് ലോവർ ബാൻഡിൻ്റെ കൂടെ ട്രേഡ് ചെയ്യുമ്പോൾ അതിനൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നു. സോ നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലോവർ ബാൻഡിലേക്ക് ബ്രേക്ക് നൽകി. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ലോവർ ബാൻഡിലേക്ക് ബ്രേക്ക് നൽകി. ഓൾറെഡി സ്ക്യൂസ് ആയിരുന്നു, നമ്മളവിടെ ട്രേഡ് എടുക്കാണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. സ്ക്യൂസ് ഏരിയ ആയതുകൊണ്ട് ബ്രേക്കൗട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. സോ ഇവിടെ ബ്രേക്കൗട്ട് കിട്ടി, അതിൻ്റെ കൂടെ തന്നെ ലോവർ ബാൻഡിൻ്റെ കൂടെയാണ് ഇപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഷോർട്ടിംഗ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇത് മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ പ്രൈസ് ഒരു സ്ക്യൂസ് ഏരിയ കൂടെ മൂവ് ചെയ്തു, അഗെയിൻ ഒരു ബ്രേക്കൗട്ട് കിട്ടി, അവിടുന്ന് ആ പ്രൈസ് ലോവർ ബാൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. സോ ഇവിടെയും നിങ്ങൾക്ക് ഒരു ഷോർട്ടിംഗ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡൈവർജൻസിനെ കുറിച്ചാണ്. സോ ഡൈവർജൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ മറ്റേതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഡൈവർജൻസ് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഡൈവർജൻസ് നോക്കാറുണ്ട്. ബട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈവർജൻസ് എന്ന് പറയുന്നത് RSI ഡൈവർജൻസ്, അല്ലെങ്കിൽ വോളിയം ഡൈവർജൻസ്, അങ്ങനെ ഒരു ഡൈവർജൻസാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ബോളിഞ്ചർ ബാൻഡ് നമുക്ക് ഡൈവർജൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൈവർജൻസിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഡൈവർജൻസ് ഉണ്ട്, ബെയറിഷ് ആയിട്ടുള്ള ഡൈവർജൻസ് ഉണ്ട്. സോ ഇതൊരു ബുള്ളിഷ് ഡൈവർജൻസ് ആണ് നിങ്ങളിവിടെ ഇപ്പോൾ കാണുന്നത്. സോ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ചെറുതായിട്ട് അല്ലെങ്കിൽ ഡൗൺഫോളിൽ വരികയും ഫസ്റ്റ് സപ്പോർട്ട് എടുക്കുന്നത് ബോളിഞ്ചർ ബാൻഡിൻ്റെ പുറത്തായിരിക്കണം. ദെൻ അഗൈൻ സെക്കൻഡ് സപ്പോർട്ട് എടുക്കേണ്ടത് ബോളിഞ്ചർ ബാൻഡിൻ്റെ അകത്തായിരിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. സോ നമുക്ക് ഇവിടെ കാണാം, ഇതൊരു ഫസ്റ്റ് സപ്പോർട്ടാണ്, ഇതൊരു സെക്കൻഡ് സപ്പോർട്ടാണ്. സോ ഫസ്റ്റ് സപ്പോർട്ട് എടുത്തത് ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ പുറത്താണ്, ബട്ട് സെക്കൻഡ് സപ്പോർട്ട് എടുത്തത് ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ അകത്താണ്. ദെൻ അഗെയിൻ അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. സോ ഇതാണ് ബുള്ളിഷ് ഡൈവർജൻസ്. അതുപോലെ തന്നെ ബെയറിഷ് ഡൈവർജൻസ് ഉണ്ട്. സോ നമ്മൾ സെയിം കണ്ടീഷൻ തന്നെ
ഒരു അപ് ട്രെൻഡ് ആയിരിക്കുകയും വേണം. ദെൻ അഗെയിൻ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ബോളിഞ്ചർ ബാൻഡിൻ്റെ പുറത്തായിരിക്കണം. അതേപോലെ സെക്കൻഡ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ബോളിഞ്ചർ ബാൻഡിൻ്റെ അകത്തായിരിക്കണം. അങ്ങനെ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് എപ്പോഴും ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗ്രാഫിൽ ഒന്നും കൂടി നോക്കുക. ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇനി ഇതേപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.